പരിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു സമയത്തും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ നേട്ടം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന അതിപ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് 1000 തലയുള്ള മലക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുണ്ടെന്നാണ്. ആ 1000 തലയുള്ള മലക്ക് സ്ഥിരമായി അള്ളാഹുവിന് ദിക്ർ ചെയ്യുകയാണ്. ആ മലക്ക് പറയുന്ന ദിക്ർ ഏതാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അതല്ല വിഷയം. ആ 1000 തലയുള്ള ദിക്ർ ചൊല്ലുന്ന ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠത കിട്ടാൻ ഈ പുണ്യമായ റമദാനിൽ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ നമ്മൾ പറഞ്ഞാൽ ആ മലക്കിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത നമുക്ക് കിട്ടും. ആ ഇസ്മ ഏതാണ്? അത് നമുക്ക് പഠിക്കാം. കൂടാതെ നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹൈറായ മരണം തരട്ടെ. മരിച്ച് നമ്മൾ പോകുന്നത് ഖബറിലേക്കാണ്. ഈ ഖബറിൽ ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവേണ്ടേ? നമുക്ക് രക്ഷപ്പെടണ്ടേ? മലക്കുകളുടെ കാവലുണ്ടാകും 4 ചെറിയ സ്വഭാവമുള്ള ആളുകൾക്ക്. ഈ റമദാനിൽ വളരെ എളുപ്പമുള്ള ഈ 4 സ്വഭാവം ഒരു മനുഷ്യന് ഉണ്ടായാൽ അവൻ നാളെ പോയി കിടക്കുന്ന ഖബറിൽ ഇൻഷാ അല്ലാഹ് മലക്കുകൾ കൂട്ടിന് വരും. മലക്കുകളുടെ കാവലുണ്ടാകും, മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാകും. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ആദ്യം പറഞ്ഞ ഇസ്മേതാണ്. എല്ലാ കാര്യങ്ങളും വിശദമായി ഇൻഷാ അല്ലാഹ് ഈ ചെറിയ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് നിങ്ങൾ അവസാനം വരെ കാണണേ. മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇന്ന് പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട മഗ്ഫിറത്തിൻ്റെ ദിനമാണ്. ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ നേട്ടം വാരിക്കോരി കിട്ടുന്ന ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് സദാസമയം എല്ലാ സമയത്തും അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന ജോലിയാണ് മലക്കുകൾക്കുള്ളത്. ഒരു വിഭാഗം മലക്കുകൾ അള്ളാഹുവിനെ എപ്പോഴും സുബ്ഹാനല്ലാഹ് എന്നുള്ള ആ വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചില മലക്കുകൾ അൽഹംദുലില്ലാ എന്ന് വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയുന്നു. ചില ആളുകൾ നിസ്കരിക്കുന്നു, അതായത് റുകൂഅ് ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള മലക്കുകൾ വിവിധ ഇബാദത്തുകളിൽ സദാസമയം മുഴുകി ഇരിക്കുകയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് അള്ളാഹുവിനെ അള്ളാഹു സൃഷ്ടിച്ച ആ ഒരു സമയം മുതൽ നമ്മളിത് പറയുന്ന സമയം വരെ പടച്ച തമ്പുരാന് സദാസമയം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന 1000 തലയുള്ള ഒരു മലക്ക്, ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠത ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ 1000 തലയുള്ള മലക്ക് അള്ളാഹു അതിനെ സൃഷ്ടിച്ചത് മുതൽ അതിങ്ങനെ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ആളായി മാറാൻ മനുഷ്യരായി നമുക്ക് പറ്റും. എന്ത്? ഈ റമദാൻ മാസത്തിൽ ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ ഒരു പേര്, ഒരു ഇസ്മ നമ്മൾ പറഞ്ഞാൽ 1000 തലയുള്ള ആ മലക്ക് ചൊല്ലുന്ന ദിക്റുകൾ അല്ലെങ്കിൽ ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരായി നമുക്ക് മാറാൻ പറ്റും. അതിന് അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മലക്കിന് 1000 തലകളുണ്ടെന്നാണ്. ആ 1000 തലകളുടെ മുന്നിൽ 1000 മുഖങ്ങളുണ്ടെന്നാണ്. ആ 1000 മുഖങ്ങളിൽ ഓരോ മുഖത്തിലും 1000 വായകളുണ്ടെന്നാണ്. ആ 1000 വായകളിൽ 1000 നാവുകളുണ്ടെന്നാണ്. ഇത് മഹാനായ ഇമാം തിർമിദി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ട് പറയുന്നു, ആ ഒരു മലക്ക് സദാസമയം അള്ളാഹുവിന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇതിങ്ങനെ ആവർത്തിച്ച് ആ മലക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ദിവസം ഈ മലക്ക് അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, ഞാൻ എത്രമാത്രം ദിക്റാണ് നിനക്ക് വേണ്ടി പറയുന്നത്? റബ്ബേ, എന്നേക്കാൾ ശ്രേഷ്ഠതയുള്ള ആരെങ്കിലും നിന്റെ അടിമകളിലുണ്ടോ? കാരണം ഞാനല്ലേ എല്ലാ സമയത്തും നിർത്താതെ ഇങ്ങനെ തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു നാവ് കൊണ്ടോ എൻ്റെ ഒരു മുഖം കൊണ്ടോ അല്ല, എനിക്ക് 1000-ഓളം മുഖങ്ങളും വായകളും നാവുകളുമുണ്ട്. അതെല്ലാം നിനക്ക് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ദിക്ർ പറയുന്ന ആരെങ്കിലും നിന്റെ അടിമകളിൽ ഉണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മലക്ക് ചോദിച്ചു എന്നാണ്. അപ്പോൾ അല്ലാഹ് പറയുകയാണ്, ഉണ്ട്. ആരെന്നറിയോ? ഒരു മനുഷ്യനാണ്. മൻ, ഒരുവൻ,
ഹഫിള അവൻ മനപ്പാടമാക്കി ഇസ്മി എൻ്റെ പേരുകൾ, അതായത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ പേരുകൾ മനപ്പാടമാക്കിയ ഒരു മനുഷ്യൻ, അത് മനപ്പാടമാക്കുക മാത്രമല്ല അത് എല്ലാ ദിവസവും പറയുന്ന ഒരാൾ നിന്നേക്കാൾ വളരെയധികം ശ്രേഷ്ഠതയുള്ള ആളുകളാണെന്ന് അള്ളാഹ് ആ മലക്കിനോട് പറഞ്ഞെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അപ്പോൾ സാധാരണ ഒരു ദിവസം, റമളാൻ അല്ലാത്ത ഒരു ദിവസം നമ്മൾ ഒരു ദിക്ർ, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്നത് 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറഞ്ഞ പ്രതിഫലമാണ്. സാധാരണ ഒരു ദിവസം നമ്മൾ ഒരു പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്നത് 10 പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ പ്രതിഫലമാണ്. സാധാരണ ഒരു ദിവസം നമ്മൾ അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേര്, യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്നൊക്കെ നമ്മൾ സാധാരണ ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മു പറഞ്ഞാൽ അതിന് അള്ളാഹു നമുക്ക് തരുന്നത് ഒരു ഇസ്മു പറഞ്ഞതിന് 10 പ്രാവശ്യം ആ ഇസ്മു പറഞ്ഞ പ്രതിഫലമാണ്. എന്നാൽ ഇത് റമളാനാണ്. പരിശുദ്ധമായ റമളാനിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് അള്ളാഹു താല തരുന്നത് 70 പ്രാവശ്യമോ അല്ലെങ്കിൽ 700 പ്രാവശ്യമോ 7000മോ 70000മോ അല്ലെങ്കിൽ 7 ലക്ഷമോ 7 കോടിയോ 70 കോടിയോ ഒക്കെയായി നമ്മൾ ആ ഒരു ഇസ്മ അല്ലെങ്കിൽ ആ ഒരു ദിക്ർ പറയുമ്പോൾ അള്ളാഹു ഇരട്ടി 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 ഇരട്ടിയായി അതിൻ്റെ പ്രതിഫലം തരും. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് 1000 തലയുള്ള മലക്കിനേക്കാൾ ശ്രേഷ്ഠത കിട്ടാൻ ഇന്നത്തെ ഈ ദിവസം മുതൽ ഇനിയുള്ള റമളാനിൻ്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിൽ നാം മറക്കാതെ പറയേണ്ട അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഒന്ന്, അള്ളാഹുവിന് സദാസമയം ദിക്ർ ചൊല്ലിയവൻ്റെ കൂലി അള്ളാഹു തരുന്നതാണ്. രണ്ടാമത്തേത്, നമ്മുടെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരുന്നതാണ്. മാത്രമല്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് കൂടും. നാലാമത്തേത്, അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടം കൂടും. അഞ്ചാമത്തേത്, കെലിമ ചൊല്ലി മരിക്കാൻ പറ്റും. ആറാമത്തേത്, നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ സദാസമയം അള്ളാഹനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കുണ്ടാകും. ഏഴാമത്തേത്, എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അത് മാറണേ പടച്ചോനെ, മാറ്റിത്തരണേ റബ്ബേ എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ടാണ് ഈ ഇസ്മ പറയുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആ പ്രതിസന്ധികൾ പടച്ചവൻ മാറ്റിത്തരുന്നതാണ്. ഏതാണ് ആ ഒരു ഇസ്മ? ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഏതാണത്? യാ അവ്വലു യാ ആഖിറു യാ ബാത്തിനു യാ അല്ലാഹ്. ഏതാണ്? യാ അവ്വലു യാ ആഖിറു യാ ബാത്തിനു യാ അല്ലാഹ്. ഒന്ന് പറഞ്ഞേ. യാ അവ്വലു യാ ആഖിറു യാ ബാത്തിനു യാ അല്ലാഹ്. യാ അവ്വലു യാ ആഖിറു യാ ബാത്തിനു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ മറന്നു പോവരുതേ എൻ്റെ ഉമ്മമാരെ. പ്രത്യേകം നമ്മൾ ഓർത്തുവെച്ച് പറയണേ. ഈ റമളാനിൽ നമ്മളിതിങ്ങനെ ആവർത്തിച്ച് പറയണേ. അപ്പൊ ഏതാണ് ആ ഇസ്മ? ഒന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. യാ അവ്വലു യാ ആഖിറു യാ ബാത്തിനു യാ അല്ലാഹ്. യാ അവ്വലു യാ ആഖിറു യാ ബാത്തിനു യാ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ 1000 തലയുള്ള മലക്കിനേക്കാൾ ശ്രേഷ്ഠത കിട്ടുമെന്നാണല്ലോ നിന്റെ ഹബീബ് പഠിപ്പിച്ചത്. റബ്ബേ, ആ ശ്രേഷ്ഠത ഞങ്ങൾക്ക് നീ തരണയല്ലാ. ഈ ഒരു ഇസ്മ മാത്രമല്ല കേട്ടോ, അള്ളാഹുവിൻ്റെ ഈ 99 പേരുകളിൽ ഏത് പേര് പറഞ്ഞാലും പ്രതിഫലമാണ്, ഏത് പേര് പറഞ്ഞാലും ആ കൂലിയാണ്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്, പഠിച്ചത് 3 ഇസ്മുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഒറ്റ ഇസ്മു പോലെയാണ്. ഏത്? യാ അവ്വലു യാ ആഖിറു യാ ബാത്തിനു യാ അല്ലാഹ്. യാ അവ്വലു യാ ആഖിറു യാ ബാത്തിനു യാ അല്ലാഹ്. അപ്പോൾ മറന്നു പോവണ്ട. ഈ ഒരു ഇസ്മ ഏത് സമയത്തും പറയാം. ഇത് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെയൊന്നുമില്ല, ളുഹ്ർ നിസ്കാരം അതുമില്ല, റമളാനിൻ്റെ പകലിൽ പറയാം, രാത്രി പറയാം, ഏത് സമയത്തും നമുക്കിത് പറയാം. ഇത് പറയലാണ് വേണ്ടത്. പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിത്യമായി കൃത്യമായി പറയാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. മറന്നു പോവണ്ട. യാ അവ്വലു യാ ആഖിറു യാ ബാത്തിനു യാ അല്ലാഹ്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം,
ഒരു മനുഷ്യൻ മരണപ്പെട്ടവൻ ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ഖബറിൽ മലക്കുകളുടെ സംരക്ഷണം കിട്ടാൻ ഈ പുണ്യമായ റമളാനിൽ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ 4 കാര്യങ്ങൾ. ഒരു മനുഷ്യൻ ഈ ദുന്യാവിൽ ഈ 4 കാര്യം ചെയ്തവനാണെങ്കിൽ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖബറിൽ മലക്കുകളുടെ സംരക്ഷണം കൊടുക്കുമെന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഈ ദുന്യാവിൽ ചെയ്താൽ നാളെ ആഖിറത്തിൽ പ്രത്യേകിച്ച് ഖബറിൽ മലക്കുകളുടെ സംരക്ഷണം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം ഐ യൽഖാഹു ബിൽ ഹിബത്തി ഹിസാമ എന്നതാണ്. ഒരാളെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അയാളോട് ഒന്ന് പുഞ്ചിരിക്കുക. സലാം പറയട്ടെ പറയാതിരിക്കട്ടെ, അതല്ല, ഒന്ന് ഇപ്പോൾ അന്യമതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ അയാൾക്ക് സലാം പറയാൻ പറ്റൂലല്ലോ. അപ്പം എന്താണ്, ഒന്ന് പുഞ്ചിരിക്കുക. എപ്പോഴും ഗൗരവം, എപ്പോഴും ദേഷ്യം മൈൻഡ് ചെയ്യാതെ പോവുക, അതല്ല, ഒന്ന് പുഞ്ചിരി. തിരിച്ച് അയാൾ ഇങ്ങോട്ട് ചിരിക്കട്ടെ ചിരിക്കാതിരിക്കട്ടെ, അതല്ല വിഷയം. നമ്മൾ അങ്ങോട്ട് ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. ഇപ്പം നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അബ്ബേ ചില ആളുകളുണ്ട്, നമ്മൾ അങ്ങോട്ട് നിന്ന് ഒന്ന് ചിരിച്ച് എന്തെങ്കിലും വർത്താനം പറയാൻ നോക്കും, മൈൻഡ് പോലും ചില ഭയങ്കര തിരക്കാണ്. അവരിങ്ങനെ കാലൊക്കെ കയറ്റിയിട്ടിട്ട് ഭയങ്കര വായനയാണ്. എന്നിട്ട് പിന്നെ ഹെഡ്സെറ്റ് എടുത്ത് വെച്ചിട്ട് അവരിങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്, ബന്ധങ്ങൾ അകന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞത് ആണുങ്ങൾ ആണുങ്ങളോടും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോടുമാണ് കേട്ടോ. ഇത് കാണുന്ന എല്ലാവരോടും പെണ്ണുങ്ങളോടൊക്കെ മിണ്ടി അല്ലെങ്കിൽ ആണുങ്ങളോടൊക്കെ മിണ്ടി അങ്ങനെ നടക്കണമെന്നല്ല. ആണുങ്ങൾ തമ്മിൽ കാണുമ്പോൾ ചിലപ്പോൾ പരിചയമുണ്ടാവട്ടെ, പരിചയമില്ലാത്തവരാവട്ടെ, പുരുഷന്മാരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാമല്ലോ. ആ ചിരി കൊണ്ട് എന്താണ്, നാളെ ഖബറിൽ നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് മലക്കുകൾ നമ്മെ നോക്കി പുഞ്ചിരിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാ തബസ്സുമുള്ള ആളായിരുന്നു, പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. അറിയുന്നവരോടും അറിയാത്തവരോടും നബി തങ്ങൾ ചിരിക്കുമായിരുന്നുവെന്നാണ്. ചിരി അത് വല്ലാത്ത ഒരു എനർജി നമുക്ക് തരുമെന്നാണ്. നമ്മൾ ഒരാളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വിഷമമുള്ള സമയമാണ്, നമ്മൾ നോക്കി ഒരാൾ പുഞ്ചിരിക്കുമ്പോൾ ആ വിഷമം കുറയുമെന്നാണ്. ഇതൊക്കെ ഇന്ന് സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കൊക്കെ അറിയാം. ചിരി എന്ന് പറഞ്ഞാൽ സ്മൈൽ, ചിരിക്കുക എന്ന് പറഞ്ഞാൽ പുഞ്ചിരി, തബസ്സും അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായ അതുപോലെ തന്നെ ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ ഒരു പരിധിവരെ ചിരി കൊണ്ട് സാധിക്കുമെന്നാണ്. ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, എപ്പോഴും ചിരി. അതെന്താണ്, നമ്മുടെ ഹൃദയത്തെ മരവിപ്പിച്ച് കളയും. എപ്പോഴും എന്ന് പറഞ്ഞ ചിരി അത് നല്ലതല്ല. എപ്പോഴും കോമഡി പരിപാടി കണ്ട് എന്ന് പറഞ്ഞിരിക്കും, അത് ഒരു അന്തവും കുന്തവും ഇല്ലാത്തവനായി മാറും. അങ്ങനെയല്ല, നമ്മൾ ആളുകളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. അതെന്താണ്, നമ്മുടെ വ്യക്തിത്വം അത് വികസിപ്പിക്കുകയും മാത്രമല്ല മറ്റുള്ളവർക്ക് നമ്മളോട് മിണ്ടാനുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും അതൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പുഞ്ചിരിക്കുമായി. രണ്ടാമത്തേത് തഖ്ദീമുൽ ഹദിയ എന്നാണ്. സമ്മാനം കൊടുക്കുക, ഹദിയ കൊടുക്കുക. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാര്യക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഉമ്മക്ക്, നമ്മുടെ വാപ്പക്കൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സമ്മാനം കൊടുക്കുക. ഈ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ കൊടുക്കണം. ഒരു സർപ്രൈസായിട്ട് നമ്മൾ കൊടുക്കൂലേ, അള്ളാഹ്ക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണ്. അതായത് ഭാര്യയ്ക്കൊരു സർപ്രൈസ് കൊടുക്കുക. ഓളിങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊരു മോതിരം കിട്ടിയാൽ കൊള്ളായിരുന്നു, ഈ കയ്യിൽ മോതിരം ഇല്ലാന്നിട്ട് എന്തോ പോലെ ഇടക്ക് പറയും. നമ്മളത് വലിയ മൈൻഡ് ചെയ്യില്ല. പക്ഷെ നമ്മളൊരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ പൈസ നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ ഒരു മോതിരം വാങ്ങിച്ച് നമ്മൾ ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു സർപ്രൈസായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഓളുടെ മനസ്സ് നല്ല സന്തോഷം ഉണ്ടാവും. അപ്പോൾ എന്താണ്, അത് അള്ളാഹ്ക്കും ഭയങ്കര ഇഷ്ടമാണെന്ന്. നമ്മുടെ ഭർത്താവ് എപ്പോഴും പറയും, ഒരു മാങ്ങയിട്ട് മീൻകറി കഴിക്കാൻ ഭയങ്കര കൊതിയാണ്, അങ്ങനെയൊക്കെ മൂപ്പരിങ്ങനെ ഇടയ്ക്കിങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്, നല്ല തേങ്ങാച്ചോറ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ തേങ്ങാച്ചോറുണ്ട്, തേങ്ങാച്ചോറും നല്ല പോത്തിറച്ചിയുണ്ട്, ഇതൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ മൂപ്പരിങ്ങനെ ഇടയ്ക്ക് പറയും. അപ്പോൾ നമ്മളെന്താ, ഒരു ദിവസം മൂപ്പര് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സർപ്രൈസ് ആയിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്നു. മൂപ്പർക്ക് വല്ലാത്ത സന്തോഷം. മക്കളിങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊരു സൈക്കിൾ വേണം പപ്പിച്ചി, എനിക്കൊരു സൈക്കിൾ വേണം പപ്പിച്ചി. അവരിങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കൊരു സർപ്രൈസ് ആയിട്ട് ഒരു സമ്മാനമായിട്ട് സൈക്കിൾ കൊടുക്കുന്നു. അതൊക്കെ എന്താണ്, അത് വല്ലാത്ത ഒരു അള്ളാഹ്ക്ക് വലിയ സന്തോഷമുണ്ടാകും. മാത്രമല്ല അങ്ങനെയുള്ള ഒരാൾ മരണപ്പെട്ട ഖബറിൽ ചെന്നാൽ അല്ലാഹു തആല അവനെയും സർപ്രൈസ് ആയിട്ട് സന്തോഷിപ്പിക്കുമെന്നാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് തഹാദ്ദു വ തഹാബ്ബു എന്നാണ്. നിങ്ങൾ ഹദിയ കൊടുക്കുക, സമ്മാനം കൊടുക്കുക. അതെന്താണ്, അള്ളാഹുവിന് നിങ്ങളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടം കൂടാൻ അത് കാരണമാണ്.
ഖബറിൽ നമുക്ക് സന്തോഷമുണ്ടാവാൻ മൂന്നാമത്തെ കാര്യം പരോപകാരം ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ ശാരീരികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും വായ കൊണ്ട് അവരെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. വിശുദ്ധമായ ഖുർആനിലൊക്കെ എത്രയോ സ്ഥലത്താണ് അല്ലാഹു തആല പാവപ്പെട്ടവരെ സഹായിക്കാനും പരോപകാരം ചെയ്യാനുമൊക്കെ നമ്മളോട് പറയുന്നതെന്നറിയോ? വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ എന്നാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നല്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പ്രേരണ കൊടുക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന 4 കാര്യം. ഈ 4 കാര്യം നമ്മൾ ചെയ്താൽ ഖബറിൽ നമുക്ക് മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ്. അതിൽ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഈ പരിശുദ്ധമായ റമദാനിൽ നമുക്ക് ഈ പരോപകാരം ചെയ്യാൻ എത്രമാത്രം എളുപ്പമാണ്. എത്രയോ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിരിവിനായിട്ട് ആളുകൾ വരാറുണ്ട്. പള്ളിയുടെ പണിയായിട്ട്, അല്ലെങ്കിൽ ദർസിൻ്റെ പണിയായിട്ട്, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കൊരു റമദാൻ കിറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നോമ്പുതുറ സംഘടിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എത്രയോ ആളുകളാണ് നമ്മുടെ സമീപിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 100 രൂപയോ 200 രൂപയോ 500 രൂപയോ കയ്യിലുള്ള പൈസ കൊടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. മാത്രമല്ല ഖബറിൽ ചെല്ലുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ടാകും. നാലാമത്തേത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുക എന്നാണ്. ഒരാൾക്ക് ആവശ്യമുള്ളപ്പോൾ സഹായിക്കലും ആവശ്യമില്ലാത്ത സമയത്ത് സഹായിക്കലും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരാളുടെ മകളുടെ കല്യാണം വരുന്നു, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ മരണപ്പെടുന്നു, അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നു, രോഗം കൊണ്ട് പ്രതിസന്ധിയിലാക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരാൾ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത്. അല്ലാതെ അയാൾക്കൊരു പ്രശ്നമില്ല, എല്ലാ സംഗതിയുണ്ട്, അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി സഹായിക്കൽ, അത് പ്രതിഫലം കിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഒരു പ്രതിസന്ധിയിൽ ആയിപ്പോയ ആളെ സഹായിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുക. അപ്പം 4 കാര്യമാണ് പഠിച്ചത്. ഈ 4 കാര്യം നമുക്ക് ഈ പരിശുദ്ധമായ റമദാനിലും അതല്ലാത്ത സമയം, പ്രത്യേകിച്ച് റമദാനിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ഇസ്മു മറന്നു പോവണ്ട, ഈ രണ്ടാമത് പറഞ്ഞ 4 കാര്യങ്ങൾ മറന്നു പോവണ്ട. ഇത് ചെയ്താൽ ഖബറിൽ അള്ളാഹുവിൻ്റെ വലിയ സന്തോഷം, അള്ളാഹുവിൻ്റെ വലിയ റാഹത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ഒരുപാട് പേരാണ് നമ്മളോട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയും. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ മക്കളുണ്ടായി എന്നുള്ള വിവരം, അതുപോലെ വീടിൻ്റെ പണി പൂർത്തിയായി ഉസ്താദ് ദ്വാരക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്, അതുപോലെ കല്യാണം ശരിയായി ഉസ്താദ് ദ്വാരക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷ വാർത്തകൾ പറയുന്നവരുണ്ട്. അതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ പറയുന്നവർ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, അതുപോലെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല, അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധിയാണ്, കടമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധികൾ പറഞ്ഞോ, ദുആ ചെയ്യാൻ പറഞ്ഞു, അവരുടെയൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പടച്ചവൻ മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കുമാറാവട്ടെ. ഈ പുണ്യമായ റമദാനിൽ നമ്മൾ ഈ പറയുന്ന ഈ നന്മകൾ നിറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.